ബിനീഷ് കൊടിയേരി എന്ന സഖാവിനെ നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ്. മഹാൻ എന്ന് പറഞ്ഞത് വെറുതെയല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. കാലങ്ങളായി വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു ഞാൻ, സഖാവ് കോടിയേരിയായിട്ട്. ആശയങ്ങളൊക്കെ വ്യത്യസ്തമാണെന്നാലും. അപ്പോൾ കഴിഞ്ഞ ദിവസം TK ഗോവിന്ദൻ മാഷ്, ശരിക്കും ഈ ഗോവിന്ദനാണ് ഗോവിന്ദൻ മാഷ് കേട്ടോ. സ്കൂളിൽ കുട്ടികളെ പാഠങ്ങൾ പഠിപ്പിച്ച ഒരു മാഷ് TK ഗോവിന്ദൻ മാഷാണ്. നമ്മുടെ തളിപ്പറമ്പിൽ ജയിച്ച TK ഗോവിന്ദനാണ്. മറ്റേ മാഷ് ഡ്രില്ല്, അത് മാഷല്ല, അത് MV ഗോവിന്ദൻ മാത്രം, പാർട്ടി സെക്രട്ടറി. അപ്പോൾ TK ഗോവിന്ദൻ മാഷ് കോടിയേരിയുടെ സ്മാരകം സന്ദർശിക്കാനായിട്ട്, രക്തസാക്ഷി മണ്ഡപം സന്ദർശിക്കാനായിട്ട്, രക്തസാക്ഷി മണ്ഡപം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ സ്മാരകം സന്ദർശിക്കാനായിട്ട് എത്തി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. വിനോദിനി ബാലകൃഷ്ണൻ ഭാര്യയുമായി സംസാരിച്ചു, മക്കളുമായി സംസാരിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് വലിയ തോതിലുള്ള ഒരു എതിർപ്പിന്, സഖാക്കൾക്കിടയിൽ എതിർപ്പിന് കാരണമായി. കോടിയേരിയുടെ മകൻ പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അപ്പം ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ വർഗവഞ്ചകനെന്നോ കുലം കുത്തിയെന്നോ പാർട്ടി വിരുദ്ധനെന്നോ പറഞ്ഞ് നമുക്ക് ആട്ടിപ്പായിക്കാൻ പറ്റില്ലല്ലോ. കാരണം TK ഗോവിന്ദൻ മാഷും കോടിയേരിയായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് അടുത്ത ബന്ധമായിരുന്നു. വലിയ സ്നേഹിതന്മാരായിരുന്നു. ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലൊക്കെ തന്നെ കണ്ണൂരിൽ പാർട്ടി കെട്ടിപ്പടുത്തവരാണ്. അപ്പം അവർ തമ്മിലുള്ള ആത്മബന്ധം, സ്നേഹം ഒക്കെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട്, ഇപ്പോഴുള്ള ആശയങ്ങളോട് അദ്ദേഹം പറഞ്ഞതിനോട് ഒപ്പം നിൽക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിനോട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിബന്ധത്തോട്, കോടിയേരിയായിട്ടുള്ള വ്യക്തിബന്ധത്തോട്, അച്ഛനുമായിട്ടുള്ള വ്യക്തിബന്ധത്തോട് തീർച്ചയായിട്ടും ഞാൻ ഒപ്പം നിൽക്കുന്നു എന്നാണ് ബിനീഷ് കൊടിയേരി പറഞ്ഞത്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. ബിനീഷ് കൊടിയേരിയെ പോലെ ഒരു വ്യക്തി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഈ വർഗവഞ്ചകൻ മുറ്റത്ത് കാല് കുത്തരുതെന്നോ വല്ലതും പറഞ്ഞ് ആട്ടിപ്പായിക്കോ, അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കാണാൻ വരണ്ട എന്നോ വല്ലോ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് അവിടുത്തെ സഖാക്കൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നുമല്ല ഉണ്ടായത്. അവരെ സ്വീകരിച്ചു. TK ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അവിടെ എത്തി. ആ ഒരു സ്മാരകത്തിൽ അഭിവാദ്യം അർപ്പിച്ചു, എല്ലാവരോടും സംസാരിച്ചു, കുടുംബാംഗങ്ങളോട് സംസാരിച്ചു. അത് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയും വളരെ ഹൃദ്യമായി തന്നെയാണ് അവരോട് പെരുമാറിയത്. പിന്നീട് പ്രതികരിച്ചതും വളരെ നോർമലായിട്ട് തന്നെയാണ്. അപ്പം ബിനീഷ് കൊടിയേരിയൊക്കെ കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട്. രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ ധൈഷണികമായും ബുദ്ധിപരമായിട്ടുമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല കാര്യം തന്നെ, തീർച്ചയായിട്ടും നല്ല കാര്യം. ആര് പറഞ്ഞാലും അല്ലെങ്കിൽ നല്ലതാര് ചെയ്താലും ആരംഗീകരിച്ചാലും നമ്മളും അതിനൊപ്പം നിൽക്കും എന്നതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അപ്പോൾ ബിനീഷ് കൊടിയേരിയുടെ ആ ഒരു പ്രതികരണം വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. കാരണം വീട്ടിൽ വരുന്നവനെ, ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് എതിർ പാർട്ടിക്കാരനായ ഒരു വ്യക്തി വന്നു, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയി വേറെ പാർട്ടിയിൽ മത്സരിച്ച് ജയിച്ചൊരു വ്യക്തി വന്നു നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വരണ്ട എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അവരെ സ്വീകരിക്കണം, അവരെ സ്വീകരിച്ച് ആനയിക്കണം. എതിർ പാർട്ടിക്കാരും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസ്താവന യുദ്ധങ്ങൾ നടത്തുന്ന പലരും, നമുക്കറിയാം ചാനൽ ചർച്ചകളിലൊക്കെ ഫ്ലോറിൽ ഇരുന്ന് വലിയ യുദ്ധങ്ങൾ നടത്തുന്നവർ ഒരുമിച്ച് ഒരു കാറിലാണ് തിരിച്ചു പോകുന്നത്, വർത്തമാനം പറഞ്ഞ്, കഥകളും പറഞ്ഞ്, തമാശകളും പറഞ്ഞ്. അപ്പം ബിനീഷ് കൊടിയേരിയുടെ പ്രതികരണം വളരെ നന്നായി ഏതായാലും.